ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത് ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ. അയാൾ ഏതെങ്കിലും രീതിയിൽ ഗുഡ്സോ സർവീസോ ഏതെങ്കിലും ഒരു കസ്റ്റമറിന് വിതരണം ചെയ്തു കൊടുക്കുമ്പോൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി അദ്ദേഹം ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ടാക്സബിൾ ഇൻവോയ്സ് ഏത് രൂപത്തിലായിരിക്കണം, ആ സമയത്ത് ടാക്സബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള കണ്ടൻറ്റുകളാണ് നമ്മുടെ ടാക്സബിൾ ഇൻവോയ്സിൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ടത്, അതിന് അദ്ദേഹം പാലിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെയാണ് കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത്. എന്നാൽ കുഞ്ഞുങ്ങൾ, ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ. ഇദ്ദേഹം കസ്റ്റമേഴ്സിന് വിതരണം ചെയ്ത് കൊടുക്കുന്നത് ടാക്സിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്ന ഗുഡ്സോ സർവീസോ ആയിരിക്കും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അദ്ദേഹം കസ്റ്റമറിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ടാക്സ് ഇൻവോയ്സിൻ്റെ അകത്ത് എന്തൊക്കെ കണ്ടൻറ്റുകളാണ് ഇൻക്ലൂഡ് ആകേണ്ടത്, അതിന് ഏതൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസാണ് പാലിക്കേണ്ടത്, ആ കാര്യമാണ് കൃത്യമായിട്ട് പറയുന്നത്. അത് ജി എസ് ടിയുടെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന റൂളിനെ വിളിക്കുന്ന പേരാണ് റൂൾ 49 എന്ന് പറയുന്നത്. അപ്പോൾ ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ അയാൾ വിതരണം ചെയ്ത് കൊടുക്കുന്ന ഗുഡ്സ് സർവീസോ ടാക്സിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയതാണെങ്കിൽ അദ്ദേഹം കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ഇൻവോയ്സിൻ്റെ അകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം ഏത് സപ്ലയറാണ് ഈ ഒരു ടാക്സിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയേക്കുന്ന ഗുഡ്സോ സർവീസോ വിതരണം ചെയ്തേക്കുന്ന ആ സപ്ലയറുടെ നെയിമും അഡ്രസ്സും ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറും കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഇനി രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജി എസ് ടിയുടെ അകത്ത് ഏതൊരു ടാക്സബിൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്താലും ഏതൊരു സപ്ലയർ ഏതൊരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കൊടുത്താലും അതിനൊരു സീരിയൽ നമ്പർ ഉണ്ടായിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് കൺസെക്റ്റീവ് സീരിയൽ നമ്പർ. 16 ഡിജിറ്റിൽ താഴെയുള്ള ഒരു കൺസെക്റ്റീവ് സീരിയൽ നമ്പർ ഉണ്ടായിരിക്കണം ഏതൊരു ടാക്സബിൾ ഇൻവോയ്സിനും. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ആ ദിവസം ആ ഡേറ്റിൽ എത്രാമത് ഇഷ്യൂ ചെയ്തേക്കുന്ന ഇൻവോയ്സ് നമ്പറാണ് ആ ബിസിനസ് ഫെയിമിൽ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് കൺസെക്റ്റീവ് സീരിയൽ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ കൊടുക്കുന്ന ടാക്സ് ഇൻവോയ്സ് അത് ഏത് ദിവസമാണ് ഇഷ്യൂ ചെയ്തതെന്ന് കൃത്യമായിട്ടും ഇൻവോയ്സിൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം സപ്ലൈ ചെയ്യുന്ന ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ ടാക്സിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയതാണെങ്കിൽ ടാക്സിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന ഗുഡ്സും സർവീസും വാങ്ങിയിരിക്കുന്നത് ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കാത്ത ഒരു സപ്ലയർ ആണെങ്കിൽ ആ ടാക്സിബിൾ ഇൻവോയ്സിൻ്റെ അകത്ത് കൃത്യമായിട്ട് കാണിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടാക്സിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന പ്രൊഡക്റ്റും അതുപോലെ തന്നെ സർവീസും വാങ്ങിയിരിക്കുന്ന കസ്റ്റമറുടെ നെയിമും അഡ്രസ്സും മാത്രമേ കൃത്യമായിട്ടും ആ സപ്ലയർ ഇഷ്യൂ ചെയ്യുന്ന ടാക്സ് ഇൻവോയ്സിൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത് പറയുകയുള്ളൂ. എന്നാൽ ജി എസ് ടിയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന ഈ ഗുഡ്സും സർവീസും സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അയാളുടെ നെയിമും അഡ്രസ്സും ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറോ അല്ലെങ്കിൽ യൂണിക് ഐഡൻറ്റിറ്റി നമ്പറോ അല്ലെങ്കിൽ സ്റ്റേറ്റ് കോഡോ അതുപോലെ തന്നെ സ്റ്റേറ്റും കൃത്യമായിട്ടും സപ്ലയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ടാക്സബിൾ ഇൻവോയ്സിൻ്റെ അകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് HSN കോഡ് ഫോർ ഗുഡ്സ് ഓർ സാക്ക് കോഡ് ഫോർ സർവീസ്. സപ്ലയർ ടാക്സിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്ന ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ വിതരണത്തിൽ സപ്ലയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ഈ ടാക്സബിൾ ഇൻവോയ്സിൻ്റെ അകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം ഏത് HSN കോഡ് പ്രകാരമുള്ള പ്രൊഡക്റ്റാണ് കസ്റ്റമർക്ക് വിതരണം ചെയ്ത് കൊടുത്തേക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഏത് സാക്ക് കോഡ് പ്രകാരമുള്ള സർവീസാണ് കസ്റ്റമർക്ക് വിതരണം ചെയ്ത് കൊടുത്തേക്കുന്നത്. അതായത് ഇപ്പോൾ ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം ടാക്സിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണമായിരിക്കാം നടത്തിയിട്ടുണ്ടാവുക. പക്ഷേ അദ്ദേഹം കൊടുക്കുന്ന ഇൻവോയ്സിൻ്റെ അകത്ത് HSN കോഡുള്ള പ്രൊഡക്റ്റാണ് ഈ ടാക്സിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളതെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ HSN കോഡും അതുപോലെ തന്നെ സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ സർവീസിൻ്റെ കാര്യത്തിൽ സാക്ക് കോഡും കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം ഇൻവോയ്സിൽ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ്റെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ 1.5 കോടി രൂപയിൽ താഴെയാണ് അദ്ദേഹം വിതരണം ചെയ്യുന്നത് ടാക്സിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്ന ഗുഡ്സോ ചിലപ്പോൾ സർവീസോ ആയിരിക്കാം. അങ്ങനെയുള്ള ഗുഡ്സിനോ സർവീസിനോ HSN കോഡ് അദ്ദേഹം ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ടാക്സ് ഇൻവോയ്സിൻ്റെ അകത്ത് കാണിക്കേണ്ട കാര്യമില്ല. ഇനി കാരണം 1.5 കോടി രൂപയിൽ താഴെയുള്ള ഒരു ബിസിനസ്സുകാരൻ വിതരണം ചെയ്യപ്പെടുന്ന ഗുഡ്സിനോ സർവീസിനോ HSN കോഡോ സാക്ക് കോഡോ ഇല്ല. കാരണം HSN കോഡോ സാക്ക് കോഡോ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബിസിനസ്സുകാരൻ്റെ അഗ്രിഗേറ്റീവ് ടേൺ ഓവർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1.5 കോടി രൂപയിൽ മുകളിലുള്ള ബിസിനസ്സുകാർക്ക് മാത്രമേ അവർ വിതരണം ചെയ്യപ്പെടുന്ന ഗുഡ്സിനോ സർവീസിനോ HSN കോഡ് അവരുടെ ടാക്സിൽ ഇൻവോയ്സിൻ്റെ അകത്ത് കാണിക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ,
ഇനി ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ബോത്ത്, ഇൻവോയ്സിൻ്റെ അകത്ത് പിന്നീട് സപ്ലയർ കൊടുക്കുന്ന ടാക്സിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള ഗുഡ്സോ സർവീസോ വിതരണം ചെയ്യുന്ന സപ്ലയർ കൊടുക്കുന്ന ടാക്സ് ഇൻവോയ്സിൻ്റെ അകത്ത്. ഇനി അടുത്ത കാര്യമാണ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ബോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരൻ അദ്ദേഹം സപ്ലൈ ചെയ്യുന്ന ടാക്സിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ഗുഡ്സിനെയും സർവീസിനെയും പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഏത് ഗുഡ്സാണ് വിതരണം ചെയ്യപ്പെടുന്നത്, ആ ഗുഡ്സിൻ്റെ HSN കോഡ് എത്രയാണ്, എത്ര ക്വാണ്ടിറ്റിയാണ് വിതരണം ചെയ്യപ്പെടുന്നത്, പെർ റേറ്റ് എത്രയാണ്, അതിൻ്റെ ടോട്ടൽ വാല്യൂ എത്ര. കാരണം ടാക്സ് റേറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ടാക്സ് സ്ലാബ് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി സർവീസ് ആണെങ്കിൽ ആ ടാക്സിൻ്റെ പരിധി നിന്ന് ഒഴിവാക്കി ഏത് സർവീസാണ് കൊടുത്തേക്കുന്നത്, അതിൻ്റെ ടോട്ടൽ വാല്യൂ എത്ര എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറയുക. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GSTയുടെ അകത്ത് ടാക്സിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വിതരണമാണ് നടക്കുന്നതെങ്കിൽ അങ്ങനെ വിതരണം ചെയ്യപ്പെടുന്ന ഗുഡ്സിനും സർവീസിനും സപ്ലയർ അതിൻ്റെ ടോട്ടൽ വാല്യൂവിൽ നിന്നും കസ്റ്റമേഴ്സിന് ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്കൗണ്ടുകളോ അല്ല എങ്കിൽ കസ്റ്റമർ ഈ രീതിയിൽ വിതരണം ചെയ്യപ്പെട്ട ഗുഡ്സിനോ സർവീസിനോ തരാനുള്ള പൈസയിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ കുറവ് എമൗണ്ടോ സപ്ലയർ കുറയ്ക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തുകൊണ്ട് ഇൻവോയ്സിൽ കാണിച്ചിട്ടുണ്ടാകണം. ഇപ്പോൾ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ അദ്ദേഹം ടാക്സ് ഇല്ലാത്ത ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വിതരണമാണ് ഒരു കസ്റ്റമർക്ക് നടത്തുന്നതെങ്കിൽ ആ കസ്റ്റമർ അങ്ങനെ വിതരണം നടത്തപ്പെടുന്ന ഗുഡ്സിൻ്റെയും അതുപോലെ തന്നെ സർവീസിൻ്റെയും ടോട്ടൽ വാല്യൂവിൽ നിന്നും കസ്റ്റമർ തരാനുള്ള പൈസ, അതായത് ടോട്ടൽ വാല്യൂ കസ്റ്റമർ തരണം, എന്നാൽ കസ്റ്റമറിന് ഈ ഒരു സപ്ലയർ തരാനുള്ള വാല്യൂവിൽ നിന്നും ഏത് തരത്തിലുള്ള ട്രേഡ് ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ പൈസ കുറച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് ഇൻവോയ്സിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ടാകണം എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി അടുത്ത കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സംപ്റ്റഡ് ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണം നടത്തുന്ന നമ്മുടെ ടാക്സിബിൾ സപ്ലയറുടെ സിഗ്നേച്ചറോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ സിഗ്നേച്ചറോ അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചറോ കൃത്യമായിട്ടും ഈ ഒരു ഇൻവോയ്സിൽ അറ്റാച്ച് ചെയ്തുണ്ടാകണം എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സംപ്റ്റഡ് ഗുഡ്സിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അയാൾ നടത്തുന്ന വിതരണമെന്ന് പറയുന്നത് കസ്റ്റമർക്ക് നടത്തുന്ന വിതരണം എന്ന് പറയുന്നത് ടാക്സിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വിതരണമാണെങ്കിൽ ആ രീതിയിൽ വിതരണം ചെയ്യപ്പെടുന്ന ഗുഡ്സിനും സർവീസിനും കസ്റ്റമർ ചിലപ്പോൾ ടാക്സ് ഇൻവോയ്സ് അല്ല കൊടുക്കുന്നത്, അതിന് തുല്യമായിട്ട് സെക്ഷൻ പ്രൊവിഷൻ ഓഫ് റൂൾ 46 പ്രകാരം പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സിമിലർ ഡോക്യുമെൻ്റാണ് കൊടുക്കുന്നത് എങ്കിലും അത് നിയമപ്രകാരം വാല്യൂ ഉള്ള ഒന്നാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യമാണ് റിസീപ്റ്റ് വൗച്ചർ ഫോർ അഡ്വാൻസ് പേയ്മെൻറ്റ് റൂൾ 15. അതായത് GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വിതരണം നടത്തുന്നതിന് മുമ്പേ തന്നെ ഈ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് അഡ്വാൻസായിട്ട് പേയ്മെൻറ്റ് സ്വീകരിക്കുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആ സപ്ലയർ അഡ്വാൻസായിട്ട് പൈസ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കസ്റ്റമർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ഒരു വൗച്ചറിൻ്റെ പേരാണ് റിസീപ്റ്റ് വൗച്ചർ ഫോർ അഡ്വാൻസ് പേയ്മെൻറ്റ്. ഇത് റൂൾ 15 പ്രകാരം എന്തൊക്കെ കണ്ടൻറ്റുകളാണ് ഈ രീതിയിൽ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന അഡ്വാൻസ് റിസീപ്റ്റ് വൗച്ചറിൻ്റെ അകത്ത് കാണിക്കേണ്ടതെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ വിതരണം നടത്തുന്നതിന് മുമ്പേ തന്നെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് അഡ്വാൻസായിട്ട് പേയ്മെൻറ്റ് സ്വീകരിച്ചു. ആ പേയ്മെൻറ്റ് തെളിവായിട്ട് അദ്ദേഹം കസ്റ്റമർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ഒരു വൗച്ചറിൻ്റെ പേരാണ് റിസീപ്റ്റ് വൗച്ചർ ഫോർ അഡ്വാൻസ് പേയ്മെൻറ്റ്. അതിൻ്റെ അകത്തെ കണ്ടൻറ്റുകൾ ഏതൊക്കെ ആയിരിക്കണമെന്ന് കൃത്യമായിട്ടും റൂൾ 50 പ്രകാരം പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഏത് നെയിം ആൻഡ് അഡ്രസ് ഓഫ് GST ഓഫ് ദി സപ്ലയർ. GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏത് സപ്ലയറാണ് ഈ അഡ്വാൻസ് ആയിട്ട് ഈ കസ്റ്റമറുടെ കയ്യിൽ നിന്നും ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തേക്കുന്നത്, ആ സപ്ലയറുടെ നെയിമും അഡ്രസ്സും GST നമ്പറും കൃത്യമായിട്ടും ഈ ടാക്സ് ഇൻവോയ്സിൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഇതുകൂടാതെ തന്നെ നമ്മുടെ ടാക്സ് ഇൻവോയ്സുകൾക്കുള്ളതുപോലെ തന്നെ ഒരു കൺസെക്റ്റീവ് സീരിയൽ നമ്പർ എന്തിനുണ്ട്, ഈ ഒരു വൗച്ചറുകൾക്കുമുണ്ട്. കാരണം അത് ഏത് ദിവസം ഏത് നമ്പർ പ്രകാരം ആണ് ഈ കസ്റ്റമറിന് ഇത് ഇഷ്യൂ ചെയ്ത് കൊടുത്തേക്കുന്നത്, അത് പെട്ടെന്ന് കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് കൺസെക്റ്റീവ് സീരിയൽ നമ്പർ എന്ന് പറയുന്നത്. ഇത് 16 ഡിജിറ്റിൽ താഴെയായിരിക്കണം. ഇനി ഏത് ദിവസമാണ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് പേയ്മെൻറ്റ് സ്വീകരിച്ചിട്ട് ഈ ഒരു അഡ്വാൻസ് റിസിപ്റ്റ് വൗച്ചർ ഇഷ്യൂ ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കുന്ന ആ ഡേറ്റ് കൃത്യമായിട്ടും മെൻഷൻ ചെയ്ത് നമ്മൾ ആ വൗച്ചറിൻ്റെ ഉള്ളിൽ കാണിച്ചിട്ടുണ്ടാകണം. പിന്നെ ഇനി
GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന സപ്ലയർ ഗുഡ്സോ സർവീസോ വിതരണം ചെയ്യുന്നതിന് മുമ്പ് അഡ്വാൻസ് ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പേയ്മെൻറ്റ് ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ചെന്ന് കരുതുക. ഓക്കെ, അങ്ങനെ പേയ്മെൻറ്റ് നൽകിയിരിക്കുന്ന കസ്റ്റമർ GST രജിസ്ട്രേഷൻ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ ഈ കസ്റ്റമർക്ക് നൽകുന്ന റിസീപ്റ്റ് വൗച്ചർ ഫോർ അഡ്വാൻസ് പേയ്മെൻറ്റ് അകത്ത് കൃത്യമായിട്ട് ഷോ ചെയ്തിട്ടുണ്ടാകണം ആ കസ്റ്റമറുടെ നെയിം, അഡ്രസ്സ്, GST നമ്പർ, സ്റ്റേറ്റ് കോഡ് മുതലായ എല്ലാ കാര്യങ്ങളും. എന്നാൽ GST അകത്ത് രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു കസ്റ്റമറാണ് ഈ ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് നൽകുന്നതെങ്കിൽ അയാളുടെ നെയിമും അഡ്രസ്സും മാത്രം മെൻഷൻ ചെയ്ത് ആ ഇൻവോയ്സിൻ്റെ അകത്ത് കാണിച്ചാൽ മതി. ഇനി അടുത്ത കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. അതായത് GST അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് പേയ്മെൻറ്റ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് പേയ്മെൻറ്റ് സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവായിട്ട് കസ്റ്റമർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന റിസിപ്റ്റ് വൗച്ചർ ഫോർ അഡ്വാൻസ് പേയ്മെൻറ്റ് അത് ഷോ ചെയ്തിട്ടുണ്ടാകണം. കസ്റ്റമർ ഏത് ഗുഡ്സിനാണ് അല്ലെങ്കിൽ ഏത് സർവീസിനാണ് ഈ അഡ്വാൻസ് പേയ്മെൻറ്റ് തന്നേക്കുന്നത് ആ ഗുഡ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകണം. അതായത് ഗുഡ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഏത് ഗുഡ്സാണ്, അതിൻ്റെ HSN കോഡ് എത്രയാണ്, അതിൻ്റെ എത്ര ക്വാണ്ടിറ്റിക്കാണ് ഓർഡർ തന്നേക്കുന്നത്, പെർ റേറ്റ് എത്രയാണ് ഒരു ക്വാണ്ടിറ്റിക്ക്, ടോട്ടൽ വാല്യൂ എത്ര, ടോട്ടൽ ടാക്സിബിൾ വാല്യൂ എത്ര, ഏത് GST സ്ലാബ് റേറ്റിൻ്റെ അകത്താണ് വരുന്നത്, ഏതൊക്കെ GST ടാക്സ് ടൈപ്പുകളാണ് ഉള്ളത്. സ്വന്തം സ്റ്റേറ്റിലെ കസ്റ്റമർ ആണെങ്കിൽ CGST SGST എന്ന് പറയുന്ന ടാക്സ് എമൗണ്ട് ഉണ്ടായിരിക്കും അഡ്വാൻസ് ആയിട്ട് തന്നിരിക്കുന്ന പൈസയിൽ. വേറെ സ്റ്റേറ്റിലെ കസ്റ്റമർ ആണെങ്കിൽ IGST എന്ന് പറയുന്ന ടാക്സ് എമൗണ്ട് ഉണ്ടാകും. യൂണിയൻ ടെറിട്ടറി മേഖലയിൽപ്പെട്ട ഒരു കസ്റ്റമറാണ്, യൂണിയൻ ടെറിട്ടറി മേഖലയിൽപ്പെട്ട ഒരു സപ്ലയർക്കാണ് അഡ്വാൻസ് പേയ്മെൻറ്റ് നൽകിയിരിക്കുന്നതെങ്കിൽ അദ്ദേഹം നൽകുന്ന അഡ്വാൻസ് പേയ്മെൻറ്റ് അകത്ത് UTGST ടാക്സ്, CGST ടാക്സ് ടൈപ്പുകൾ ഉണ്ടായിരിക്കും. ഇത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ടോട്ടൽ ടാക്സിൽ വാല്യൂ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. സർവീസിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ തന്നെ ഏത് സർവീസാണ്, ടോട്ടൽ വാല്യൂ എത്ര, ടാക്സിൽ വാല്യൂ എത്ര, GST സ്ലാബ് റേറ്റ് ചെയ്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഇതുപോലെ തന്നെ എത്ര എമൗണ്ടാണ്, അതായത് കസ്റ്റമർ അഡ്വാൻസ് ആയിട്ട് പ്രൊഡക്റ്റിന് ഇങ്ങനെ കസ്റ്റമർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രൊഡക്റ്റിനും അതുപോലെ തന്നെ സർവീസിനും കസ്റ്റമർ തന്നിരിക്കുന്ന അഡ്വാൻസ് എമൗണ്ട് എത്രയെന്ന് കൃത്യമായിട്ടും മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. പിന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് GST അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ ഏതെങ്കിലും കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഗുഡ്സോ സർവീസോ വിതരണം ചെയ്യുന്നതിന് മുമ്പ് അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രൂഫ് കസ്റ്റമർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കാൻ അതിനെ വിളിക്കുന്ന പേരാണ് റിസിപ്റ്റ് വൗച്ചർ ഫോർ അഡ്വാൻസ് പേയ്മെൻറ്റ്. ഈ വൗച്ചറിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകണം ഇത് ഏത് സ്ഥലത്തേക്ക്, ഏത് കസ്റ്റമറാണ് ഈ ഒരു പ്രൊഡക്റ്റ്, ഏത് കസ്റ്റമർ ഏത് പ്രൊഡക്റ്റിനാണ് ഈ അഡ്വാൻസ് പേയ്മെൻറ്റ് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഏത് സ്ഥലത്തേക്കാണ് സപ്ലൈ ചെയ്യേണ്ടത്, ചിലപ്പോൾ കസ്റ്റമറുടെ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് എടുക്കുന്നത്. എന്നാൽ ഈ കസ്റ്റമറുടെ പ്ലേസ് ഓഫ് സപ്ലൈ നടക്കുന്ന സ്ഥലമല്ലായിരിക്കും ഈ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കേണ്ടത്. ചിലപ്പോൾ ഡെലിവറി പ്ലേസ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഡെലിവറി പ്ലേസും കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് ഇൻവോയ്സിൻ്റെ അകത്ത് ഈ റിസിപ്റ്റ് വൗച്ചർ ഫോർ അഡ്വാൻസ് പേയ്മെൻറ്റ് അകത്ത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടാകണം. അതായത് ഗുഡ്സും സർവീസും വിതരണം ഗുഡ്സോ സർവീസും അഡ്വാൻസ് പേയ്മെൻറ്റ് നൽകി വാങ്ങാൻ പോകുന്ന കസ്റ്റമറുടെ പ്ലേസും അതുപോലെ തന്നെ എന്താണ് ഗുഡ്സും സർവീസും എത്തിച്ചു കൊടുക്കേണ്ട പ്ലേസ് ഓഫ് ഡെലിവറി പ്ലേസും കൃത്യമായിട്ടും ഈ ടാക്സ് ഇൻവോയ്സിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകണം. ഇതുകൂടാതെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള റിവേഴ്സ് ഈ ഒരു കസ്റ്റമർ തന്നിരിക്കുന്ന കസ്റ്റമർ അഡ്വാൻസ് ആയിട്ട് തന്നിരിക്കുന്ന ഈ ടാക്സ് എമൗണ്ടിൽ ഏതെങ്കിലും തരത്തിൽ റിവേഴ്സ് ചാർജ് വല്ലതും ഉണ്ടെങ്കിൽ, റിവേഴ്സ് ചാർജ് ടാക്സ് വല്ലതും ഉണ്ടെങ്കിൽ അതും കൃത്യമായിട്ടും എവിടെ കാണിച്ചിട്ടുണ്ടാകണം, ഈ ഒരു റിസിപ്റ്റ് വൗച്ചർ ഫോർ അഡ്വാൻസ് പേയ്മെൻറ്റ് അകത്ത് കാണിച്ചിട്ടുണ്ടാകണം. പിന്നെ ഇത് കൂടാതെ തന്നെ ഏത് സപ്ലയറാണ് ഈ അഡ്വാൻസ് പേയ്മെൻറ്റ് സ്വീകരിച്ചേക്കുന്നത് ആ സപ്ലയറുടെ സിഗ്നേച്ചറോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ സിഗ്നേച്ചറോ ഡിജിറ്റൽ സിഗ്നേച്ചറോ മസ്റ്റായിട്ടും ഈ ഒരു ടാക്സ് ഇൻവോയ്സിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകണം. ഇത്രയും കാര്യങ്ങളാണ് റിസിപ്റ്റ് വൗച്ചർ ഫോർ അഡ്വാൻസ് പേയ്മെൻറ്റ് കാണിക്കേണ്ടത് കണ്ടൻറ്റുകൾ. ഇത് റൂൾ 15 പ്രകാരം. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഫണ്ട് വൗച്ചർ റൂൾ 51. അതായത് GST അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ ഏതെങ്കിലും ഗുഡ്സോ സർവീസോ കസ്റ്റമറിന് വിതരണം ചെയ്യുന്നതിന് മുമ്പ് അഡ്വാൻസ് ആയിട്ട് ഏതെങ്കിലും പേയ്മെൻറ്റ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് സ്വീകരിച്ചു ആ സപ്ലയർ പേയ്മെൻറ്റ് സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവായിട്ട് കസ്റ്റമറിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന വൗച്ചറിൻ്റെ പേരാണ് റിസിപ്റ്റ് വൗച്ചർ ഫോർ അഡ്വാൻസ് പേയ്മെൻറ്റ് അഥവാ റൂൾ 15 പ്രകാരമുള്ള വൗച്ചർ. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ GST അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ അഡ്വാൻസ് പേയ്മെൻറ്റ് സ്വീകരിച്ചതിന് ശേഷം ആ കസ്റ്റമർക്ക് ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണം നടത്താൻ പറ്റിയില്ല എങ്കിൽ, പൈസ അഡ്വാൻസ് ആയിട്ട് വാങ്ങിയിട്ടും ഗുഡ്സിൻ്റെ സർവീസിൻ്റെയോ വിതരണം നടത്തിയിട്ടില്ല എങ്കിൽ ഈ സപ്ലയർ അഡ്വാൻസ് ആയിട്ട് വാങ്ങി വെച്ചിരിക്കുന്ന ടാക്സ് എമൗണ്ടും അതുപോലെ തന്നെ ഗുഡ്സിൻ്റെ വിലയും തിരിച്ച് ആ കസ്റ്റമർക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, അങ്ങനെ ഇദ്ദേഹം ഈ സപ്ലയർ അഡ്വാൻസ് ആയിട്ട് വാങ്ങി വെച്ചിരിക്കുന്ന ഈ പ്രൊഡക്റ്റിൻ്റെ വിലയും അതുപോലെ തന്നെ എന്താണ് ടാക്സ് എമൗണ്ടും
കസ്റ്റമർക്ക് തിരിച്ചു കൊടുത്തതായിട്ട് കാണിക്കുന്നതിൻ്റെ തെളിവാണ് റീഫണ്ട് വൗച്ചർ എന്ന് പറയുന്നത്. അത് റൂൾ 51 പ്രകാരമാണ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കണ്ടൻറ്റുകൾ എന്തൊക്കെയെന്ന് പറഞ്ഞു തരാം. നെയിം ആൻഡ് അഡ്രസ് ആൻഡ് GSTN ഓഫ് ദി സപ്ലയർ. ഓക്കെ, നെയിം, അഡ്രസ്സ്, GSTN ഓഫ് ദി സപ്ലയർ. GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കസ്റ്റമറുടെ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ അയാൾ അഡ്വാൻസായിട്ട് ഏതെങ്കിലും കസ്റ്റമറുടെ കയ്യിൽ നിന്നും ഗുഡ്സോ സർവീസോ വിതരണം ചെയ്യുന്നതിന് മുമ്പ് അഡ്വാൻസായിട്ട് പേയ്മെൻറ്റ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പേയ്മെൻറ്റ് സ്വീകരിച്ചിട്ട് റെസിപ്റ്റ് വൗച്ചർ ഫോർ അഡ്വാൻസ് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് എവിഡൻസ് ഇഷ്യൂ ചെയ്ത് കസ്റ്റമർക്ക് കൊടുത്തു. അതിനുശേഷവും അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, ഈ അഡ്വാൻസായിട്ട് പേയ്മെൻറ്റ് സ്വീകരിച്ചതിന് എഗനസ്റ്റായിട്ട് ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെ വിതരണം ചെയ്തിട്ടില്ല എങ്കിൽ ഇദ്ദേഹം അഡ്വാൻസായിട്ട് വാങ്ങി വെച്ചിരിക്കുന്ന ഈ ഒരു ടാക്സ് എമൗണ്ടും അതുപോലെ തന്നെ ഗുഡ്സിൻ്റെ വിലയും തിരിച്ചാർക്ക് കൊടുക്കണം, ആ ഒരു കസ്റ്റമറിന് കൊടുക്കണം. ഓക്കെ, അന്നേരം അദ്ദേഹം ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന റീഫണ്ട് വൗച്ചറിൻ്റെ അകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം ഏത് സപ്ലയറുടെ പേരെന്ത്, ഏത് അഡ്രസ്സിലുള്ള സപ്ലയറാണ്, ഏത് GST നമ്പറുള്ള സപ്ലയറാണ് ഈ ഒരു റീഫണ്ട് വൗച്ചർ ഇഷ്യൂ ചെയ്ത് കൊടുക്കണേന്ന്. ഓക്കെ, പിന്നെ ഇതുപോലെ തന്നെ സാധാരണ രീതിയിൽ ഒരു കൺസെപ്റ്റീവ് സീരിയൽ നമ്പർ ഉണ്ടായിരിക്കും റീഫണ്ട് വൗച്ചറിനും. അതുപോലെ തന്നെ എന്നാണ് ഈ പൈസ തിരിച്ച് കസ്റ്റമറിന് കൊടുക്കുന്നത്, ആ ഡേറ്റ് കൃത്യമായിട്ടും റീഫണ്ട് വൗച്ചറിൻ്റെ അകത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. പിന്നെ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു കസ്റ്റമറിനാണ് ഈ ഒരു റീഫണ്ട് വൗച്ചർ ഈ ഒരു സപ്ലയർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ആ കസ്റ്റമറുടെ നെയിമും അഡ്രസ്സും GST നമ്പറും സ്റ്റേറ്റ് കോഡും കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഇനി GST രജിസ്ട്രേഷൻ എടുക്കാത്ത ഒരു വ്യക്തിക്കാണ് ഈ ഒരു കൺസെപ്റ്റീവ് സീരിയൽ GSTയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുക്കാത്ത ഒരു കസ്റ്റമറിനാണ് ഈ ഒരു സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് റീഫണ്ട് വൗച്ചർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഈ റീഫണ്ട് വൗച്ചറിൻ്റെ ഉള്ളിൽ കസ്റ്റമറുടെ നെയിമും അഡ്രസ്സും മാത്രം മെൻഷൻ ചെയ്താൽ മതിയാകും. ഇനി അടുത്ത കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. എന്താണ്, GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു സപ്ലയർ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഗുഡ്സിൻ്റെയും സർവീസിൻ്റെ വിതരണത്തിന് മുമ്പ് അഡ്വാൻസായിട്ട് പേയ്മെൻറ്റ് സ്വീകരിച്ചു. ആ പേയ്മെൻറ്റ് സ്വീകരിച്ചതിന് ഉള്ള ഡോക്യുമെൻ്റ് എവിഡൻസ് ആണ്, അല്ലെങ്കിൽ ലീഗലി ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ് റിസിപ്റ്റ് വൗച്ചർ ഫോർ അഡ്വാൻസ് പേയ്മെൻറ്റ് റൂൾ 15 പ്രകാരമുള്ള കാര്യം. ഈ ഒരു ഡോക്യുമെൻ്റ് അഡ്വാൻസ് പേയ്മെൻറ്റ് സ്വീകരിക്കുമ്പോൾ തന്നെ ആ സപ്ലയർ ഇഷ്യൂ ചെയ്ത് ആർക്ക് കൊടുക്കുന്നു, കസ്റ്റമർക്ക് കൊടുക്കുന്നു. എന്നിട്ടും ഈ ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ചിട്ടും ഇദ്ദേഹം ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെ വിതരണം നടത്തിയിട്ടില്ല എങ്കിൽ ഇദ്ദേഹം അഡ്വാൻസായിട്ട് സ്വീകരിച്ചേക്കുന്ന പൈസ ഇദ്ദേഹം എന്ത് ചെയ്യണം, തിരിച്ച് ആ കസ്റ്റമറിന് കൊടുക്കണം. അപ്പോൾ അദ്ദേഹം എന്ത് ഇഷ്യൂ ചെയ്യേണ്ടി വരും, റീഫണ്ട് വൗച്ചർ ഇഷ്യൂ ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന റീഫണ്ട് വൗച്ചറിൻ്റെ ഉള്ളിൽ അദ്ദേഹം കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം ഏത് റിസിപ്റ്റ് വൗച്ചറിന് എഗനസ്റ്റ് ആയിട്ടാണ് ഈ ഒരു റീഫണ്ട് വൗച്ചർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. ആ റിസിപ്റ്റ് വൗച്ചർ ഫോർ അഡ്വാൻസ് പേയ്മെൻറ്റിൻ്റെ സീരിയൽ നമ്പറും അത് ഏത് ഡേറ്റിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്ന റിസിപ്റ്റ് വൗച്ചർ ഫോർ അഡ്വാൻസ് പേയ്മെൻറ്റിന് എഗനസ്റ്റ് ആയിട്ടാണ് ഈ ഒരു റീഫണ്ട് വൗച്ചർ ഇഷ്യൂ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് ആ റീഫണ്ട് വൗച്ചറിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഫണ്ട് വൗച്ചർ എന്തിനായിരുന്നു, റീഫണ്ട് വൗച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ ഒരു സപ്ലയർക്ക് അഡ്വാൻസായിട്ട് എന്താണ് ഗുഡ്സ് സർവീസും വിതരണം ചെയ്യുന്നതിന് മുമ്പ് അഡ്വാൻസായിട്ട് ആ ഗുഡ്സും സർവീസും വിതരണം ചെയ്യാൻ വേണ്ടി അഡ്വാൻസായിട്ട് പൈസ കൊടുത്തു. പക്ഷേ എന്താണ്, കസ്റ്റമർക്ക് ഈ ഒരു സപ്ലയർ ഗുഡ്സും സർവീസും വിതരണം ചെയ്ത് കൊടുത്തില്ല. അപ്പോൾ ഈ സപ്ലയർ അഡ്വാൻസായിട്ട് വാങ്ങി വെച്ചേക്കുന്ന പൈസ എന്ത് ചെയ്യണം, തിരിച്ച് ഈ കസ്റ്റമർക്ക് കൊടുക്കണം അല്ലേ. അപ്പോൾ ഈ കസ്റ്റമർ ഏത് പ്രൊഡക്റ്റ് വാങ്ങാനാണ് ഈ അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തിയേക്കുന്നത് അതിന് എഗനസ്റ്റ് അതിൻ്റെ വിതരണം നടക്കാത്തത് കൊണ്ടാണ് ഈ ഒരു സപ്ലയർ ഈ ഒരു റീഫണ്ട് വൗച്ചർ ഇഷ്യൂ ചെയ്ത് കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്ത് കൊടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ ഈ റീഫണ്ട് വൗച്ചറിൻ്റെ അകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം ഏത് ഗുഡ്സിൻ്റെ കാര്യത്തിലാണ് ഈ ഒരു റീഫണ്ട് സപ്ലയർ ചെയ്ത് തന്നേക്കുന്നത്. ആ ഗുഡ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻസ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ആ ഗുഡ്സിൻ്റെ പേരെന്താണ്, എത്ര ക്വാണ്ടിറ്റീസ് ഓഫ് ഗുഡ്സ് ഉണ്ടായിരുന്നു, ആ ഗുഡ്സ് ഏത് GST സ്ലാബ് റേറ്റിൽ വരുന്നതാണ്, അതിൻ്റെ അകത്ത് ടാക്സ് എമൗണ്ട് എത്രയുണ്ട്, അതിൻ്റെ ടോട്ടൽ വാല്യൂ എത്ര, ടാക്സ് ടൈപ്പുകൾ ഏതൊക്കെ എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് റീഫണ്ട് വൗച്ചറിൻ്റെ ഉള്ളിലും കാണിച്ചിട്ടുണ്ടാകണം. അതുപോലെ തന്നെ എന്താണ്, സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ സർവീസിൻ്റെ പേരെന്ത്, സർവീസിൻ്റെ ടോട്ടൽ വാല്യൂ എത്ര, ടാക്സ് വാല്യൂ എത്ര, GST സ്ലാബ് റേറ്റ് ഏത്, ടോട്ടൽ എമൗണ്ട് എത്ര, ടാക്സ് ടൈപ്പുകൾ ഏതൊക്കെ എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഇത് കൂടാതെ തന്നെ ഈയൊരു ടാക്സ് സിസ്റ്റത്തിൽ റിവേഴ്സ് ചാർജ് ടാക്സ് ബേസിൻ്റെ അകത്ത് റിവേഴ്സ് ചാർജ് ടാക്സ് ബേസിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൃത്യമായിട്ടും റീഫണ്ട്
വൗച്ചറിൻ്റെ അകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാകണം. ഇതുകൂടാതെ തന്നെ ഈ ഒരു റീഫണ്ട് വൗച്ചർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന സപ്ലയറുടെയോ അല്ലെങ്കിൽ സപ്ലയറുടെ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ സിഗ്നേച്ചറോ ഡിജിറ്റൽ സിഗ്നേച്ചറോ മസ്റ്റായിട്ടും ഈ ഒരു ഇൻവോയ്സിൻ്റെ ഒപ്പം ഈ ഒരു റീഫണ്ട് വൗച്ചറിൻ്റെ ഒപ്പം മസ്റ്റായിട്ടും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഏത് സപ്ലയറാണ് ഈ ഒരു റീഫണ്ട് വൗച്ചർ ഇഷ്യൂ ചെയ്യേണ്ടത് ആ സപ്ലയറുടെ നെയിമും അഡ്രസ്സും അതുപോലെ തന്നെ GST നമ്പറും കൊടുക്കുക. റീഫണ്ട് വൗച്ചറിൻ്റെ കൺസെപ്റ്റീവ് സീരിയൽ നമ്പർ കൊടുക്കുക. പിന്നെന്താണ് ഏത് ഡേറ്റിലാണ് റീഫണ്ട് വൗച്ചർ ഇഷ്യൂ ചെയ്തതെന്ന് കൊടുക്കുക. പിന്നെ ഏത് GST നമ്പറുള്ള ഒരു GST രജിസ്ട്രേഷനുള്ള ഒരു കസ്റ്റമറാണ് റീഫണ്ട് വൗച്ചർ കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ നെയിമോ അഡ്രസ്സ് GST നമ്പർ സ്റ്റേറ്റ് കോഡ് എന്നിവ മെൻഷൻ ചെയ്യുക. അല്ലാത്ത ആളാണെങ്കിൽ നെയിമും അഡ്രസ്സും മെൻഷൻ ചെയ്താൽ മതി. ഇനി ഏത് റിസിപ്റ്റ് ഓൺ അഡ്വാൻസ് പേയ്മെൻറ്റ് വൗച്ചറിൻ്റെ എഗനസ്റ്റ് ആയിട്ടാണ് ഈ ഒരു റീഫണ്ട് വൗച്ചർ ഇഷ്യൂ ചെയ്തേക്കുന്നതെങ്കിൽ ആ റിസിപ്റ്റ് വൗച്ചർ ഓൺ അഡ്വാൻസ് പേയ്മെൻറ്റ് വൗച്ചറിൻ്റെ കൺസെപ്റ്റീവ് സീരിയൽ നമ്പറും ഡേറ്റും കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് റീഫണ്ട് വൗച്ചറിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ടാകണം. പിന്നെ ഈ റീഫണ്ട് വൗച്ചർ കസ്റ്റമർ ഏതെങ്കിലും തരത്തിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് ഏതെങ്കിലും ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യാൻ വേണ്ടി അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാകും. എന്നാൽ സപ്ലയർക്ക് അത് വിതരണം ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ അഡ്വാൻസ് ആയിട്ട് തന്നേക്കുന്ന പൈസ തിരിച്ച് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്ന ഒന്നാണ് റീഫണ്ട് വൗച്ചർ. അപ്പോൾ ഏത് ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും കാര്യത്തിലാണ് ഈ ഒരു റീഫണ്ട് വൗച്ചർ ഇഷ്യൂ ചെയ്ത് സപ്ലയർ തന്നേക്കുന്നതെങ്കിൽ ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻസ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞുണ്ടാകണം. അതിൻ്റെ പിന്നെ എത്ര എമൗണ്ടാണ് റീഫണ്ട് ചെയ്തേക്കുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞുണ്ടാകണം. റേറ്റ് ഓഫ് ടാക്സ് ടൈപ്പുകൾ ഏതൊക്കെയാണ്, ഇങ്ങനെ റീഫണ്ട് ചെയ്ത് തന്നേക്കുന്നതിൻ്റെ അകത്തുള്ള എമൗണ്ടിൻ്റെ ടാക്സ് ടൈപ്പുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ അകത്ത് റിവേഴ്സ് ചാർജ് മെക്കാനിസം മുഖേന ടാക്സ് ടൈപ്പുകൾ ഉണ്ടെങ്കിൽ ആ കാര്യം കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറയുക. പിന്നെ സപ്ലയറുടെ സിഗ്നേച്ചറും അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചറോ സപ്ലയറോ അല്ല എങ്കിൽ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ കൃത്യമായിട്ട് മസ്റ്റാച്ച് ചെയ്ത് ആ ഇൻവോയ്സിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ടാകണം. ഇനി അടുത്താണ് പേയ്മെൻറ്റ് വൗച്ചർ റൂൾ 52. അതായത് GSTയുടെ അത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ വിതരണം നടത്തിയിട്ട് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വിതരണം ചെയ്തേക്കുന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വിലയും അതുപോലെ തന്നെ എന്താണ് ടാക്സ് എമൗണ്ട് സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവായിട്ടാണ് സപ്ലയർ കസ്റ്റമർക്ക് പേയ്മെൻറ്റ് വൗച്ചർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. GSTയുടെ അത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ സപ്ലൈ നടത്തിയിരിക്കുന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വിലയും അതുപോലെ തന്നെ ടാക്സ് എമൗണ്ടും കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തു അതിൻ്റെ തെളിവായിട്ട് കസ്റ്റമർക്ക് കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ് പേയ്മെൻറ്റ് വൗച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന പേയ്മെൻറ്റ് വൗച്ചറിൻ്റെ അകത്ത് എന്തൊക്കെ കണ്ടൻറ്റുകളാണ് ഉണ്ടാകേണ്ടത്, ഏതൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരമാണ് ഈ ഒരു പേയ്മെൻറ്റ് വൗച്ചർ ഇഷ്യൂ ചെയ്യേണ്ടത്, അത് കൃത്യമായിട്ട് പറയുന്ന GSTയിലെ റൂളാണ് റൂൾ 52 എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഉണ്ടാകേണ്ട കാര്യം നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഈ ഏത് സപ്ലയറാണ് ഗുഡ്സിൻ്റെ സർവീസിൻ്റെ വിതരണം നടത്തിയിട്ട് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സ് എമൗണ്ടും അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ വിലയും വാങ്ങിയേക്കുന്ന ആ കസ്റ്റമറുടെ നെയിമും അഡ്രസ്സും അദ്ദേഹത്തിൻ്റെ GST നമ്പറും സ്റ്റേറ്റ് കോഡും കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറയുക. പേയ്മെൻറ്റ് വൗച്ചറിൻ്റെ കൺസെപ്റ്റ് സീരിയൽ നമ്പർ ഇട്ട് കൊടുക്കുക. ഏത് ഡേറ്റിലാണ് പേയ്മെൻറ്റ് സ്വീകരിച്ചേക്കുന്ന ഡേറ്റ് കൊടുക്കുക. ഇനി പേയ്മെൻറ്റ് നൽകിയിരിക്കുന്ന കസ്റ്റമർ GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരും അഡ്രസ്സും അതുപോലെ തന്നെ നെയിമും GST നമ്പറും കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറയുക. GST നമ്പർ ഇല്ലാത്ത കസ്റ്റമറുടെയാണ് പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളതെങ്കിൽ അദ്ദേഹത്തിൻ്റെ നെയിമും അഡ്രസ്സും മാത്രം മെൻഷൻ ചെയ്ത് പറയുക. ഇനി ഏത് പ്രൊഡക്റ്റോ ഏത് ഗുഡ്സോ ഏത് സർവീസോ വാങ്ങിയതിന് എഗനസ്റ്റ് ആയിട്ടാണ് ഈ ഒരു കസ്റ്റമർ പേയ്മെൻറ്റ് നൽകിയിരിക്കുന്നതെങ്കിൽ ആ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഗുഡ്സ് സർവീസ് ഏത് GST സ്ലാബ് റേറ്റിലാണ് ഈ രണ്ട് കാര്യങ്ങൾ വരുന്നത്. ടോട്ടൽ ഗുഡ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ടോട്ടൽ ക്വാണ്ടിറ്റി എത്ര, പെർ യൂണിറ്റിൻ്റെ വില എത്ര, ടോട്ടൽ ടാക്സ് വാല്യൂ എത്ര, GST സ്ലാബ് റേറ്റ് എത്ര, ടാക്സ് എമൗണ്ട് എത്ര, ടോട്ടൽ വാല്യൂ എത്ര, അതിൻ്റെ അകത്ത് ടാക്സ് ടൈപ്പുകളായി CGST എത്ര, IGST എത്ര, SGST എത്ര, UTGST എത്ര കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറയുക. സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ടോട്ടൽ ടാക്സ് വാല്യൂ എത്ര, ടോട്ടൽ വാല്യൂ എത്ര, GST സ്ലാബ് റേറ്റ് എത്ര, ടാക്സ് ടൈപ്പുകൾ എത്ര കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറയുക. എത്ര എമൗണ്ടാണ് കസ്റ്റമർ തന്നേക്കുന്നതെന്നും കൃത്യമായിട്ടും ആ പേയ്മെൻറ്റ് വൗച്ചറിനകത്ത് മെൻഷൻ ചെയ്ത് പറയുക. ഇനി ഇത് കൂടാതെ തന്നെ ആ പേയ്മെൻറ്റ് വൗച്ചറിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ടാകണം ഈ സപ്ലയർ ഈ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെ വിതരണം നടത്തിയേക്കുന്ന പ്ലേസ് ഓഫ് സപ്ലൈ ഏത്, അല്ല എങ്കിൽ ഈ ഒരു ഗുഡ്സിൻ്റെ സർവീസിൻ്റെയും ഗുഡ്സും സർവീസും എത്തിച്ചു കൊടുത്തേക്കുന്ന സ്ഥലം ഏത് എന്ന് ഡെലിവറി പ്ലേസ് ഏത്, ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ടും പേയ്മെൻറ്റ് വൗച്ചറിൻ്റെ ഉള്ളിലും കാണിച്ചിട്ടുണ്ടാകണം. ഇതുകൂടാതെ തന്നെ സപ്ലയറുടെ സിഗ്നേച്ചറോ അല്ല എങ്കിൽ സപ്ലയറുടെ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ സിഗ്നേച്ചറോ ഡിജിറ്റൽ സിഗ്നേച്ചറോ കൃത്യമായിട്ടും മെൻഷൻ ചെയ്ത് ആ പേയ്മെൻറ്റ് വൗച്ചറിൻ്റെ ഉള്ളിൽ കാണിച്ചിട്ടുണ്ടാകണം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ക്രെഡിറ്റ് നോട്ട്.
സെക്ഷൻ 34 GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം നടത്തിയിരിക്കുന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും വിതരണത്തിൽ ഏത് സമയത്താണ് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ഞാൻ 3 സന്ദർഭത്തിലായിരിക്കും എൻ്റെ ബിസിനസ് ഫേമിൽ നിന്ന് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. ഫസ്റ്റ് സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഞാൻ കസ്റ്റമറിന് പ്രൊഡക്റ്റ് വിറ്റു. പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് കസ്റ്റമർ വാങ്ങിക്കൊണ്ട് പോയി. കസ്റ്റമർ വാങ്ങിക്കൊണ്ട് പോയ പ്രൊഡക്റ്റിൻ്റെ വിലയും അതുപോലെ തന്നെ ടാക്സ് എമൗണ്ടും അദ്ദേഹം എനിക്ക് തന്നു. പക്ഷേ കസ്റ്റമർ വാങ്ങിക്കൊണ്ട് പോയ പ്രൊഡക്റ്റിന് ഏതെങ്കിലും തരത്തിൽ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ അതെന്ത് ചെയ്യും? സെയിൽസ് റിട്ടേൺ ചെയ്യും. അങ്ങനെയാണെങ്കിൽ കസ്റ്റമർ എനിക്ക് പ്രൊഡക്റ്റ് തിരിച്ചു വരുമ്പോൾ ഞാൻ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന ടാക്സ് എമൗണ്ടും അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺ സംഭവിച്ച പ്രൊഡക്റ്റിൻ്റെ വിലയും തിരിച്ച് കസ്റ്റമറിന് കൊടുക്കണം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കസ്റ്റമറിന് കൊടുക്കുന്നു. കാരണം ഞാൻ കസ്റ്റമർ റിട്ടേൺ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ വിലയും അതുപോലെ തന്നെ ടാക്സ് എമൗണ്ടും തിരിച്ചു കൊടുത്തു എന്നത് കാണിക്കുന്നതിൻ്റെ തെളിവാണ് ഈ ഒരു ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും സമയത്ത് ഞാൻ ഒരു കസ്റ്റമറിന് ഗുഡ്സ് വിറ്റെന്ന് കരുതുക. സെയിൽസ് റിട്ടേൺ സംഭവിക്കുന്ന സമയത്തുമാണ് ഫസ്റ്റ് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കസ്റ്റമറിന് കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തെ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം കസ്റ്റമറിന് ഏത് തരത്തിലുള്ള ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ വിതരണം നടത്തി. പക്ഷേ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ടാക്സിബിൾ വാല്യൂ എന്ന് പറയുന്നത് ഉള്ളതിനേക്കാൾ കൂടിയ എമൗണ്ട്, നിലവിൽ അതിൻ്റെ വാല്യൂവിനേക്കാൾ കൂടിയ ടാക്സിബിൾ നിലവിൽ അതിൻ്റെ വില എത്രയോ അതിനേക്കാൾ കൂടിയ വിലയിലാണ് ടാക്സിൽ വാല്യൂ കണ്ടെത്തിയേക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടാക്സ് എമൗണ്ടാണ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ കൂടുതലായിട്ട് കളക്ട് ചെയ്തേക്കുന്ന ടാക്സ് എമൗണ്ട് തിരിച്ച് കസ്റ്റമർക്ക് കൊടുക്കുന്ന സമയത്തും എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സപ്ലയർക്ക് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കസ്റ്റമറിന് കൊടുക്കാൻ സാധിക്കും. അത് ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരനാണ്. ഞാൻ ഒരു കസ്റ്റമറിന് പ്രൊഡക്റ്റ് വിറ്റ് പ്രൊഡക്റ്റിൻ്റെ വില 10 രൂപയെന്ന് കരുതുക. ഓക്കെ, പക്ഷേ ഞാൻ ടാക്സ് ബില്ലടിച്ചപ്പോൾ 100 രൂപയാണ് ബില്ലടിച്ചേക്കുന്ന പ്രൊഡക്റ്റിൻ്റെ വിലയായിട്ട്. ഞാൻ കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ട് അതിനനുസരിച്ചായിരിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയാണ് കൂടുതലുള്ളത് ആ കൂടുതലുള്ള രൂപ തിരിച്ച് കസ്റ്റമർക്ക് കൊടുക്കുന്നതായിട്ടും അതുപോലെ തന്നെ എന്താണ് ഞാൻ കൂടുതലായിട്ട് കളക്ട് ചെയ്തേക്കുന്ന ടാക്സ് എമൗണ്ട് പ്രൊഡക്റ്റിൻ്റെ വില തിരിച്ച് കസ്റ്റമർക്ക് കൊടുക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കസ്റ്റമറിന് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് ഒരു സപ്ലയർ കസ്റ്റമർക്ക് കൊടുക്കുന്നു. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം വിതരണം ഒരു പ്രൊഡക്റ്റോ ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ കസ്റ്റമർക്ക് വിതരണം ചെയ്തു. പക്ഷേ കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ട് ആക്ച്വലി ആ പ്രൊഡക്റ്റിൻ്റെ ടാക്സ് എമൗണ്ടിനേക്കാൾ കൂടുതൽ ടാക്സ് റേറ്റിലാണ് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യുന്നതെങ്കിൽ കൂടുതലുള്ള നിലവിലുള്ള പ്രൊഡക്റ്റിൻ്റെ ടാക്സ് റേറ്റിനേക്കാൾ എത്ര കൂടുതലാണോ ടാക്സ് റേറ്റിലാണോ ആ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തേക്കുന്നത് ആ കൂടുതലായിട്ട് കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ട് തിരിച്ച് കസ്റ്റമർക്ക് കൊടുക്കുന്ന സമയത്തും ഈ ഒരു സപ്ലയർക്ക് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ ഞാൻ GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരനാണ്. ഞാൻ ഒരു പേനയാണ് ഒരു കസ്റ്റമറിന് വിറ്റേക്കുന്നത്. 12% അതിൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി. പക്ഷേ ഞാൻ 18% ടാക്സ് റേറ്റിൽ ഞാൻ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തെങ്കിൽ 12% വിലയുള്ള ഒരു പ്രൊഡക്റ്റിന് ഞാൻ 18% ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി 6% കൂടുതലായിട്ട് കളക്ട് ചെയ്തേക്കുന്ന ടാക്സ് എമൗണ്ട് തിരിച്ച് കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടി എനിക്ക് എന്ത് ഇഷ്യൂ ചെയ്ത് കൊടുക്കാൻ പറ്റും? ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ സെയിൽസ് റിട്ടേൺ സംഭവിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ വില കൂടുതലായിട്ട് ടാക്സ് വാല്യൂ കൂടുതലായിട്ട് കളക്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ടാക്സ് റേറ്റിൽ ടാക്സ് എമൗണ്ട് കൂടുതലായിട്ട് കളക്ട് ചെയ്യുന്ന സമയത്തോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ സപ്ലയർക്ക് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തുകൊണ്ട് നമ്മുടെ കസ്റ്റമറിന് കൊടുക്കാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം, ഏത് സന്ദർഭത്തിലാണ് ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് ഏത് സന്ദർഭത്തിലാണ് GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം ഏത് സമയത്താണ് ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ പർച്ചേസ് മുഖേന ഗവൺമെൻറ്റിൻ്റെ സപ്ലയറുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിയെന്ന് കരുതുക. അങ്ങനെ ഏതെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിൻ്റെ വിലയും ടാക്സ് എമൗണ്ടും തീർച്ചയായിട്ടും ആ സപ്ലയർക്ക് കൊടുത്തിട്ടുണ്ടാകും. GSTയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ഏതെങ്കിലും തരത്തിലൊരു പ്രൊഡക്റ്റോ ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ വിലയും അതുപോലെ തന്നെ എന്തും കൊടുത്തിട്ടുണ്ടാകും? ആ പ്രൊഡക്റ്റിൻ്റെ വിലയും അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റിൻ്റെ ടാക്സ് എമൗണ്ടും സപ്ലയറിൽ കൊടുത്തിട്ടുണ്ടാകും. എന്നാൽ ഈ ബിസിനസ്സുകാരൻ പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിന് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് തിരിച്ച് സപ്ലയർക്ക് കൊടുക്കുകയും സപ്ലയറുടെ കയ്യിൽ നിന്ന് ആ പ്രൊഡക്റ്റിന് തിരിച്ച് കൊടുത്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ വിലയും ടാക്സ് എമൗണ്ടും
റീകളക്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ ടാക്സ് എമൗണ്ട് റീകളക്ട് ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടി ഈ ഒരു ബിസിനസ്സുകാരന് ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ പർച്ചേസ് റിട്ടേൺ സംഭവിക്കുന്ന സമയത്താണ് ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ മറ്റൊരു സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്കും ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി എസ് ടിയുടെ അകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അയാൾ കസ്റ്റമർക്ക് ഒരു പ്രൊഡക്റ്റ് വിറ്റു. പക്ഷേ ആക്ച്വലി ആ പ്രൊഡക്റ്റിൻ്റെ ടാക്സിബിൾ വാല്യൂവിനേക്കാൾ കുറച്ചാണ് ടാക്സ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് കളക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ബാക്കി റിമൈനിങ് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കാം. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി എസ് ടിയുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഒരു കസ്റ്റമറിന് വിറ്റു. അദ്ദേഹം ആ പ്രൊഡക്റ്റിൻ്റെ ആക്ച്വൽ ടാക്സിബിൾ ടാക്സ് റേറ്റിനേക്കാൾ കുറവായിട്ടാണ് ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ബാക്കി റിമൈനിങ് ബാലൻസ് ടാക്സ് റേറ്റിലോ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തിന് ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്ന ബിസിനസ്സുകാരനാണ്. ഞാൻ ഒരു കസ്റ്റമറിന് 10 രൂപ വിലയുള്ള ഒരു പ്രോഡക്റ്റ് വിറ്റു. അതിൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റിൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 18%. പക്ഷേ ഞാൻ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ടാക്സ് എമൗണ്ട് അറിയാതെ 12% നിരക്കിലായി പോയാൽ ബാക്കി റിമൈനിങ് ബാലൻസായി 6% കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് എന്ത് ഇഷ്യൂ ചെയ്ത് കൊടുക്കാം? എനിക്ക് ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കാം. അതായത് പർച്ചേസ് റിട്ടേൺ സംഭവിക്കുന്ന സമയത്തോ അല്ല എങ്കിൽ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കൂടുതൽ ടാക്സിബിൾ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യുന്ന സമയത്തോ കൂടുതൽ ടാക്സ് റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യുന്ന സമയത്തോ ഒരു സപ്ലയർക്ക് ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഡെബിറ്റ് നോട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ.